ഹലോ എവ്രി വൺ, നമസ്തേ. ഞാൻ ഡോക്ടർ മോഹൻ കെ ഷെനോയ്. ഞാൻ ട്രിവാൻഡ്രത്തിൽ ലോക മെഡിസിറ്റിയിൽ ജോലി ചെയ്യുന്ന സീനിയർ കൺസൾട്ടന്റ് എൻഡോക്രിനോളജിസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ റമദാൻ മാസത്തിൽ സംഭവിക്കാവുന്ന ഡയബറ്റീസ് പേഷ്യൻസും തൈറോയിഡ് പേഷ്യൻസിനും സംഭവിക്കാവുന്ന എന്താണ് എന്നാണ്. ഇതേ ഒരു മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന അനുഷ്ഠിക്കുന്ന ഒരു സംഗതിയാണ് ഫാസ്റ്റിംഗ്. അതായത് ഇസ്ലാം മതപ്രകാരം നമ്മൾ ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിന് സമർപ്പിക്കാവുന്ന ത്യാഗത്തിന്റെ മനോഭാവമായ ഫാസ്റ്റിംഗ്. ഇതുകൂടാതെ നമുക്ക് ദുവ ചെയ്യാം, നമുക്ക് ഡോക്ടർമാർ പറയുന്ന പോലെ നല്ല കർമ്മങ്ങളിലോട്ട് ഏർപ്പെടാം, ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് പിൽക്കാലത്ത് ആവശ്യങ്ങളുള്ള കാര്യങ്ങളായ ഹജ്ജോ അങ്ങനെ തീർത്ഥാടനങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഒരു പില്ലറാണ് ഈ പറഞ്ഞ ഫാസ്റ്റിംഗ്. അപ്പൊ ഇതിനു വേണ്ട എന്തൊക്കെയാണ് ഒരുക്കങ്ങളെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് നിങ്ങളൊരു കൺസൾട്ട് ചെയ്യുന്ന ഒരു ഡോക്ടറുമായിട്ട് സമീപിക്കുക, സംസാരിക്കുക, എന്താണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. വീട്ടിൽ എന്താണ് സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങൾ അറിയിക്കേണ്ടതാണ്. ഇത് കൂടാതെ നമ്മൾ എടുക്കുന്ന മരുന്നുകളെ കുറിച്ചും നമ്മൾ തീർച്ചയായിട്ടും ഒരു പേപ്പറിലോ ഒരു നോട്ട്ബുക്കിലോ, നമ്മളൊരു കമ്പ്യൂട്ടർ ഉണ്ടല്ലോ അതിലും നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം. എന്നിട്ട് ഡോക്ടറുമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കാണുന്ന HbA1cയുടെ മാറ്റങ്ങളും നിങ്ങൾ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. പിന്നീട് ഈ മെഡിസിൻസ് നമ്മുടെ ഡോക്ടർ മാറ്റുവാണെങ്കിൽ അത് ഈ ഒരു മാസ അളവിലും നിങ്ങൾ ശ്രദ്ധിച്ച് അത് ഉപയോഗിക്കാൻ വേണ്ടിയും അത് ഷുഗർ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയും സഹകരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഒരു വാശിയും ഒരു ബുദ്ധിമുട്ടും വേണ്ട. എന്തെങ്കിലും ഷുഗർ താഴുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഫാസ്റ്റിംഗ് നമ്മൾ മുടക്കേണ്ടി വരും. 60-40-50 അങ്ങനെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഫാസ്റ്റിംഗ് തുടരണോ വേണ്ടയോ എന്ന് ഡോക്ടറുമായിട്ട് പിന്നീട് ഒന്നും കൂടെ ചോദിക്കണം. അല്ല, ഷുഗർ എല്ലാം 400-300 ഒക്കെ കയറുവാണെങ്കിൽ അതും മോശമാണ്. അത് വരുവാണെങ്കിൽ കിഡ്നി, ഹാർട്ട്, ബ്രെയിൻ അങ്ങനെ കോംപ്ലിക്കേഷൻസും വരാം. അപ്പൊ തീർച്ചയായിട്ടും രണ്ട് സൈഡും മോശമാണ്, ഷുഗർ താഴുന്നതും ഷുഗർ കൂടുന്നതും. അതിനാൽ ഒരു തക്ക സമയത്ത് ചികിത്സിക്കുവാനായിട്ട് പോകുന്ന മുന്നേ ആയിട്ട് ഒരു ഡോക്ടറെ സമീപിച്ച് നിങ്ങളുടെ റമദാൻ ഫാസ്റ്റിംഗ് ചെയ്യാമോ ഡോക്ടറെ എന്ന് ചോദിക്കാം. ഡോക്ടർ പറയുന്നു നിങ്ങളുടെ HbA1c കൺട്രോളിലാണ്, നിങ്ങളുടെ ഗ്ലൂക്കോസ് വാല്യൂസ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻസ് ഇല്ല, നിങ്ങൾക്ക് ഫാസ്റ്റ് ചെയ്യുമ്പോൾ അതായത് 7-8 മണിക്കൂറല്ല 12-നപ്പുറം മണിക്കൂറാണ് നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിർജ്ജലീകരണം അതായത് ഡീഹൈഡ്രേഷൻ നമുക്ക് സംഭവിക്കുമെങ്കിൽ ആ മരുന്നുകൾ മാറ്റുവാനാണ് ഡോക്ടർ സമീപിച്ചാൽ പറഞ്ഞു തരും. തീർച്ചയായിട്ടും എൻ്റെ സേവനങ്ങൾ ലോക മെഡിസിറ്റിയിൽ അവൈലബിൾ ആണ്, ബുധനാഴ്ചകളിലാണ്. തീർച്ചയായിട്ടും നമുക്കൊരു നല്ല ഒരു റമദാൻ മാസം ഞാൻ നേരുന്നു. നന്ദി, നമസ്കാരം.